കേരളത്തിലെ ഇടതുപക്ഷ സംസ്കാരം വല്ലാതെ ജീർണിച്ച കാലത്ത് അതിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും അതൊരു വളരെ വരട്ടുവാദപരവും വലതുപക്ഷവുമായി മാറി എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത അപൂർവമായൊരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സി പി ജോൺ. സി പി ജോണിനെ പോലെ ഇത്രയും രാഷ്ട്രീയമായ അവബോധവും ജനകീയമായ ഉത്തരവാദിത്വമുള്ള ഒരു നേതാവും ഇതുവരെ നിയമസഭയിൽ എത്തിയില്ല എന്നുള്ളത് വാസ്തവത്തിൽ കേരളത്തിലെ ജനതയ്ക്കും നമ്മുടെ നിയമസഭയ്ക്കും തന്നെ വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് ആ ക്ഷീണം അല്ലെങ്കിൽ ആ നിയമസഭയെ കൂടുതൽ കേരള നിയമസഭയുടെ ചരിത്രം കൂടുതൽ മഹത്തായി മാറാനായിട്ട് കൂടുതൽ പിന്നെ കേരളീയമായൊരു ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ അകത്ത് ഉള്ള നമ്മുടെ ആ ഒരു കരട് മാറ്റാനായിട്ട് തന്നെ ഇത്തവണ ജോൺ എന്തായാലും നിയമസഭയിൽ എത്തണം. ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ, സാധാരണ രാഷ്ട്രീയക്കാരനല്ല. കാരണം ജോൺ ഇടപെടുന്ന ആൾക്കാർ, അതുപോലെ ജോണിന് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകളെല്ലാം ഒരു ടിപ്പിക്കലായിട്ടൊരു പൊളിറ്റീഷ്യൻ്റെ ഫീൽഡല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഇരുന്നിട്ടും യാതൊരു കറപ്ഷൻ ആരോപണങ്ങളും ജോണിനെതിരായിട്ട് വന്നിട്ടില്ല. ജോണിനോട് കേരളം നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ശരിക്കും ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ തദ്ദേശ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉണ്ടായി വരുന്ന പുതിയ തരം രാഷ്ട്രീയ പ്രവണതകളെയും നയരൂപീകരണ പ്രവണതകളെയും തിരിച്ചറിഞ്ഞ് അവയെ രാഷ്ട്രീയമായി സമീപിച്ച് ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ മാറ്റി തീർക്കാനുള്ള ശേഷിയുള്ള ഒരാളാണ് സി പി ജോൺ. ചാനലുകളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും ബുദ്ധിപൂർവമായി സംസാരിക്കുന്നവരിൽ ഒരാളാണ് ജോൺ. പി ജോണിനെ പോലെയുള്ളവർ കേരള നിയമസഭയിൽ അംഗമായി വരേണ്ടവരാണെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. പൂനെയിലെ ചലച്ചിത്ര വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കേരളത്തിൽ തിരിച്ചെത്തി. ആ സമയത്ത് കോട്ടയത്ത് CPM പാർട്ടി ഓഫീസിൽ വെച്ചാണ് സി പി ജോണിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് പരിചയമുള്ള രോഗിക്ക് വളരെയധികം സാമ്പത്തിക സഹായം ആവശ്യമായിരുന്നു അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ പലരും കൂടി ആലോചിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ പറ്റുക എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഈ വിവരം സി പി ജോണിനോട് പറഞ്ഞപ്പോൾ സി പി ജോൺ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്തായിട്ട് പോയിട്ട് സംസാരിക്കുകയും ഞങ്ങൾ ചെറിയൊരു സഹായമൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും അവരുടെ ചികിത്സയ്ക്കുള്ള പൈസ കൊടുക്കണം എന്നുള്ള ഓർഡർ ഇടിക്കുകയും ചെയ്തു. ഇതാണ് സി പി ജോണിൻ്റെ ഒരു മനുഷ്യ സഹായി എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു സ്നേഹബന്ധം മാത്രമല്ല, അത് എത്രമാത്രം സഹായിക്കാൻ കഴിയും എന്നുള്ളത് സി പി ജോണിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവാണ്. തൻ്റെ മാതൃസംഘടനയായ മാർക്സിസ്റ്റ് പാർട്ടിയെ ബാധിച്ചിട്ടുള്ള ജീർണത അത് യഥാസമയം കണ്ടറിയുകയും ആ പാർട്ടിയിൽ നിന്ന് പുറത്തു കിടക്കുകയും ഒരു തീർത്ഥശക്തിയായി മാറാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തതിൽ പ്രധാനിയായിരുന്നു CPR.